الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آمنوا وهاجروا وجاهدوا في سبيل الله بأموالهم وأنفسهم أعظم درجة عند الله وأولئك هم الفائزون അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിലെ കാലഗണനയെ സംബന്ധിച്ചും സമയത്തിൻ്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചുമാണ് നമ്മൾ സംസാരിച്ചു വന്നത്. എന്നാൽ ഹിജ്റ വർഷം നമ്മെ ബോധ്യപ്പെടുത്തുന്നൊരു സംഗതി ഹിജ്റയുടെ ചരിത്ര പശ്ചാത്തലവും കാലികമായ അതിൻ്റെ പ്രസക്തിയെയുമാണ്. ഇസ്ലാമികമായ ചരിത്രത്തിലെ അവിസ്മരണീയമായ സംഭവമാണ് ഹിജ്റ എന്ന് പറയുന്നത്. വിശ്വാസ ആദർശങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ഒരു ജനത അവരുടെ ജനിച്ച നാടും സ്വത്തുവകകളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് അവർ പലായനം ചെയ്തു എന്നുള്ളത് ആദർശത്തോട് അവർ കാണിച്ചിട്ടുള്ള ആഭിമുഖ്യമാണ്, പ്രതിബദ്ധതയാണ്. ഹജറ എന്ന വാക്കിനർത്ഥം വെടിഞ്ഞു എന്നോ അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നോ ആണ്. ഹിജ്റ എന്ന് പറയൽ വെടിയലും ഉപേക്ഷിക്കലുമാണ്. ഹിജ്റയിലെ ചില സ്വഹാബിമാരുടെ ജീവൻ നമ്മൾ പരിശോധിച്ചാൽ അത് എത്രമേൽ അർത്ഥവത്താണ് എന്ന് നമ്മൾക്ക് ബോധ്യമായി വരും. അതൊരു വ്യക്തിയാണ് സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹു. റോമക്കാരനായ സുഹൈബ് എന്ന പേരിലാണ് അദ്ദേഹം പ്രശസ്തനാകുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമറിഞ്ഞ് മക്കയിൽ വരികയും ആ എതിർപ്പുകൾക്കിടയിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയൊക്കെ ചെയ്ത സുഹൈബ് റൂമി മദീനയിലേക്ക് പലായനം ചെയ്യാൻ തയ്യാറെടുക്കുന്നു എന്ന് മുശ്രിക്കുകളായ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അവർ ഉപരോധിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നത്, റോമയിൽ നിന്ന് നീ മക്കയിൽ വരുമ്പോൾ വലിയ സമ്പാദ്യമൊന്നും നിനക്കുണ്ടായിരുന്നില്ല. ഈ മക്കയിലെ കച്ചവടം കൊണ്ടാണ് നീ വലിയ ധനാഢ്യനായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് മുഹമ്മദിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് നീ മദീനയിലേക്ക് പോവുകയാണ് എങ്കിൽ, യഥരിബിലേക്ക് പോവുകയാണ് എങ്കിൽ, ഇവിടെ നിന്ന് സമ്പാദിച്ചത് ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നുള്ളതാണ്. ഇസ്ലാമിനോട് ആഭിമുഖ്യമുള്ള ഒരു വ്യക്തിയുടെ മനസ്സിൽ അയാളുടെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒന്നുകിൽ അയാൾ സ്വീകരിക്കാനിരിക്കുന്ന ഈ ആദർശത്തോടുള്ള പ്രതിബദ്ധത നിമിത്തമുള്ള പലായനം, അതല്ല എങ്കിൽ താൻ ഇതുവരെ സമ്പാദിച്ച സ്വത്തുവകകൾ. അദ്ദേഹത്തിന് രണ്ടു വട്ടം ആലോചിക്കേണ്ടി വന്നില്ല എന്നതാണ്. അദ്ദേഹം എൻ്റെ സ്വത്തുവകകൾ നിങ്ങൾക്ക് വിട്ടു തന്നാൽ എൻ്റെ ഹിജ്റയിൽ നിങ്ങൾ തടസ്സമാവുകയില്ലല്ലോ എന്ന ഉപാധി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മദീനയിലേക്ക് പലായനം ചെയ്യുകയാണ്.
മദീനയിൽ അദ്ദേഹം വരുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് പ്രകാരം ഈ സംഭവം പറഞ്ഞ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുന്ന റബ്ബിഹൽ ബൈഅ അബാ യഹ്യ, അബൂ യഹ്യ, നിന്റെ കച്ചവടം ഏറ്റവും ലാഭകരമായിരിക്കുന്നു എന്നതാണ്. ഇപ്പൊ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്, അക്ഷരാർത്ഥത്തിൽ എല്ലാം ഉപേക്ഷിച്ചവരായി ഒരു സമൂഹം മറ്റൊരു നാട്ടിലേക്ക് ചേക്കേറുകയാണ്. അവരെ സ്വീകരിക്കാൻ മാത്രമുള്ള വിഭവശേഷിയുള്ള വലിയൊരു സാമ്രാജ്യ ശക്തിയുടെ കീഴിലേക്കോ അതല്ലെങ്കിൽ കുബേരന്മാരായ ആളുകളിലേക്കോ അല്ല അവർ പോകുന്നത്. അവരുടെ ഭാവിയെ സംബന്ധിച്ച്, ഭൗതികമായ ജീവിതത്തെ സംബന്ധിച്ച് അവർക്ക് യാതൊരു കണക്കുകൂട്ടലുകളോ അതല്ലെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ളൊരു ആവലാതിയോ അവർക്കില്ല. ഈ ആദർശത്തിൻ്റെ സംസ്ഥാപനമാണ്. അതാണ് ആ സമൂഹത്തെ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത്. ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ച വചനത്തിൻ്റെ ആശയം ഇങ്ങനെയാണ്: അല്ലദീന ആമനു വഹാജറു വജാഹദു, വിശ്വാസികളായ ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജ്റ പോവുകയും അതേപോലെ തന്നെ ജിഹാദ് ചെയ്യുകയും ഫീ സബീലില്ലാഹി ബി അംവാലിഹിം വ അൻഫുസിഹിം, തങ്ങളുടെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ ജിഹാദ് ചെയ്യുകയും ചെയ്ത ആളുകൾ അഅ്ലമു ദറജത്തൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് മഹത്തായ പ്രതിഫലമാണുള്ളത്, വലിയ പദവികളാണ് അവർക്കുള്ളത്. വ ഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയികളായ ആളുകൾ. ഖുർആൻ ഇതേപോലെ ഹിജ്റ പോയ ആളുകളെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ടുള്ള അവരുടെ പ്രതിഫലത്തെ കൃത്യമായി വിവരിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഖുർആനിൽ നമുക്ക് കാണും. ഹിജ്റയെ സംബന്ധിച്ച് ഖുർആനിൽ വന്നിട്ടുള്ള മറ്റു ചില വ്യത്യസ്തങ്ങളായിട്ടുള്ള പരാമർശങ്ങൾ പരിശോധനയിൽ ആവശ്യമായിരിക്കും. വഹയിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഇസ്ലാമിക പ്രബോധനം പരസ്യമാക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രവാചകനോടുള്ള നിർദ്ദേശം ഖുർആനിലെ 73-ാമത്തെ അധ്യായം സൂറ മുസമ്മിലിലെ 10-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: വസ്ബിർ അലാമ യഖൂലൂൻ, അവിശ്വാസികളായ ആളുകൾ, ശത്രുക്കളായ ആളുകൾ പറയുന്നതിനെ പറ്റി നീ ക്ഷമിക്കുക. വഹ്ജുറുഹും ഹജറൻ ജമീല, ഭംഗിയായ വിധത്തിൽ അവരിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കുകയും ചെയ്യുക. അവിടെ ഒരു ഒഴിഞ്ഞു നിൽക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഹജറൻ ജമീല എന്നതാണ്. വെടിഞ്ഞു പോവുക. അവരുടെ സംസാരങ്ങൾ, അവരുടെ പ്രകോപനങ്ങൾ, അങ്ങനെയാണല്ലോ, പ്രകോപനങ്ങൾ എക്കാലത്തും വിശ്വാസികൾക്കുണ്ടാകും, ആധുനിക കാലഘട്ടങ്ങളിലും. ആ പ്രകോപനങ്ങളുടെ പിന്നാലെ പോയിട്ട് നമ്മുടെ അജണ്ടകൾ അവർക്ക് ഒപ്പിച്ച് ചെയ്യുന്ന രീതിയിലേക്ക് മുസ്ലിം സമൂഹത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾ മാറിപ്പോകുന്നുണ്ട്. അവിടെയാണ് അള്ളാഹു പറയുന്നത്, സത്യനിഷേധികളുടെ പ്രകോപനങ്ങളിൽ ആകൃഷ്ടനായി അതൊരു വിഷയമാക്കി കൊണ്ടുപോകുന്നതിന് പകരം ഭംഗിയായി നീ ക്ഷമിക്കുക, ഒഴിഞ്ഞു മാറുക എന്നതാണ് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത്. അതിന് തൊട്ടു താഴെയുള്ള 74-ാമത്തെ അധ്യായം സൂറ മുദ്ദസ്സിറിലെ 5-ാമത്തെ വചനം ഒരു പ്രബോധകൻ ഉണ്ടാകേണ്ടുന്ന ക്വാളിറ്റിയെ സംബന്ധിച്ച് പറയാണ്: യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫത്വഹിർ വറുജ്സ ഫഹ്ജുർ. കുറേ കാര്യങ്ങൾ എണ്ണതിനു ശേഷം പറയാം, വറുജ്സ ഫഹ്ജുർ, പാപം വെടിയുക. ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ടുന്ന മിനിമം ക്വാളിറ്റിയായി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പാപിയായിക്കൊണ്ട് ആളുകൾക്ക് മുന്നിൽ പ്രബോധനത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ജീവിതത്തിൽ നിന്ന് പാപങ്ങളൊക്കെ വെടിഞ്ഞു കളയണം എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂലിനോടും അതിനുശേഷമുള്ള ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങളോടുമുള്ള കൽപ്പനയായിക്കൊണ്ട് അള്ളാഹു പറയുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയോട് അദ്ദേഹത്തിൻ്റെ പിതാവ് പറയുന്നിടത്ത് 19-ാമത്തെ അധ്യായം സൂറ മറിയമിലെ 46-ാമത്തെ വചനത്തിൽ നമുക്കിങ്ങനെ വായിക്കാം: ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വന്തം പിതാവടക്കമുള്ള പ്രതിയോഗികളായ ആളുകളുടെ മുമ്പിൽ ഉച്ചൈസ്തരം ഏകനായി നിന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ സത്യസന്ദേശം പ്രചരിപ്പിക്കുമ്പോൾ പിതാവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയാണ് പറയുന്നത്: ലഇല്ലം തൻതഹി, നീ അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇല്ല അർജുമന്നക്ക, നിന്നെ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞ് ഓടിക്കുക തന്നെ ചെയ്യും. വഹുജുർനി മലിയ, അതുകൊണ്ട് നീ എന്നിൽ നിന്ന് കൂടുതൽ നാൾ
എന്നിൽ നിന്ന് നീ വിട്ടുമാറിക്കൊള്ളുക. അവിടെയും ഹിജ്റയുമായി ബന്ധപ്പെട്ട വാക്കുകൾ കടന്നു വരും നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ നല്ല നിലയിൽ ഉപദേശങ്ങളിലൂടെ തന്മയത്വത്തോടു കൂടിയുള്ള സഹവാസത്തിലൂടെയൊക്കെയും പരിഹരിക്കപ്പെടേണ്ടതാണ്. അതൊരു വലിയ സംഭവമായി കൊണ്ടുപോകാൻ പാടില്ല. എന്നാൽ എന്നിട്ടൊന്നും ഒരാൾ നന്നാവാൻ തയ്യാറാകുന്നില്ല എങ്കിൽ അത്തരം ഇണകളുടെ കാര്യത്തിൽ ഉപദേശിക്കുന്നത് കാണാൻ കഴിയും. 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 34-ാമത്തെ വചനം, വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഇ, കിടപ്പറയിൽ നിന്ന് നിങ്ങൾ അവരെ ഉപേക്ഷിക്കുക എന്നതാണ്, മാറിക്കിടക്കുക. ഒന്നിച്ചു കഴിയാതെ കിടപ്പറയിൽ നിന്ന് വെടിയാനുള്ളൊരു ആഹ്വാനം അവിടെ നമ്മൾക്ക് കാണാവുന്നതാണ്. ഈ പറഞ്ഞ വാക്കുകളിലൊക്കെയും ഇതേ ആശയം കടന്നുകൂടിയിരിക്കുന്നു. ഒരു കാലഘട്ടത്തിൽ, പുരാതനമായ കാലത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഖുർആൻ അനുസരിച്ച് ജീവിക്കാവുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ചു പോയത്. നല്ലപോലെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് പറയുന്നത്. എന്തിനു വേണ്ടി പോയി? ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ തങ്ങളുടെ നാട്ടിൽ പറ്റുന്നില്ല എന്നതാണ് അവർക്ക് ഹിജ്റ പോകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം. എന്നാൽ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഹിജ്റ എന്താണ്? ആ ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് യാതൊരു തടസ്സമില്ല. പക്ഷെ നമ്മൾ സന്നദ്ധമല്ല. നമ്മളെ വരിഞ്ഞു മുറുക്കുന്ന ഒരുപാട് ചുറ്റുപാടുകളുണ്ട്, ഒരുപാട് താല്പര്യങ്ങളുണ്ട്. നമ്മുടെ വിശ്വാസത്തിൽ സംഭവിച്ചു പോയിരിക്കുന്ന ഒരുപാട് ന്യൂനതകളുണ്ട്. ആ ന്യൂനതകളെയൊക്കെയും വലിച്ചെറിഞ്ഞുകൊണ്ട്, അതിനെയൊക്കെയും വെടിഞ്ഞുകൊണ്ട് ഖുർആനിലേക്കൊരു ഹിജ്റ പോകാൻ നമുക്ക് സാധിക്കണം. അതാണ് കാലികമായി ഈ കാലഘട്ടത്തിൽ ഓരോ വിശ്വാസിയും ചെയ്യേണ്ട ഹിജ്റ എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, സമകാലിക ഹിജ്റയിൽ നമുക്കതിനെ കാണാൻ കഴിയും. ഖുർആൻ പഠിക്കാൻ നമുക്ക് സമയമില്ല. ഖുർആൻ ക്ലാസ്സുകളാണ് പലപ്പോഴും അംഗങ്ങളുടെ എണ്ണക്കുറവ് കൊണ്ട് ശോഷിച്ചു വരുന്നത്. ചായക്കടയിൽ തിരക്കുണ്ട്. സ്വർണത്തിന്റെ വില റെക്കോർഡിലേക്കാൾ ഭേദമാണ് എങ്കിലും സ്വർണ്ണക്കടയിൽ കാര്യമായ തിരക്ക് കുറഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും സജീവമാണ്. സജീവത ഇല്ലാതെ പോകുന്നൊരു ഇടം എന്ന് പറയുന്നത് ഖുർആൻ പഠിക്കുന്ന വേദികളാണ്. എല്ലാ സംഗതികളും ഒരുക്കാറുണ്ട് നമ്മൾ. പക്ഷെ അവിടേക്ക് ഈ ഗ്രന്ഥം അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് ഒന്ന് തുറന്നു നോക്കി എന്നോട് എൻ്റെ രക്ഷിതാവ് എന്താണ് പറയുന്നത് എന്ന് ഒന്നറിയാനുള്ളൊരു സന്മനസ് ഈ സമുദായത്തിൽ പിറന്നു വീണ ആളുകൾ കാണിക്കുന്നില്ല എങ്കിൽ അവരുടെ രക്ഷ എന്തായിരിക്കും? എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഖുർആൻ പഠിക്കുന്നതിനടുത്ത് താല്പര്യമില്ലാത്തതുപോലെ തന്നെയാണ് ഖുർആനികമായ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും താല്പര്യമില്ലാത്തവരായി നമ്മൾ മാറുന്നു. അരോചകമാണ് നമുക്കത്തരം സംസാരങ്ങളൊക്കെ. ഇതെക്കാലത്ത് നമ്മൾ കേൾക്കണതാണല്ലോ. വിഷയം ഒന്ന് മാറിക്കൂടെ എന്നിടത്താണ് നമ്മുടെ മനസ്സ്. ഖുർആനിൽ പരലോകത്ത് വരുന്നൊരു ചിത്രം അള്ളാഹു രേഖപ്പെടുത്തുന്നുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സമുദായത്തിനെതിരിൽ ആക്ഷേപിക്കുന്ന പ്രവാചകനൊരു ആക്ഷേപമാണ്. അള്ളാഹുവിലേക്ക് പ്രവാചകൻ ബോധിപ്പിക്കുന്നൊരു ന്യായമാണ്. ഖുർആനിലെ 25-ാമത്തെ അധ്യായം സൂറ ഫുർഖാനിലെ 30-ാമത്തെ വചനത്തിൽ നമുക്കതിങ്ങനെ വായിക്കാം. വഖാല റസൂൽ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യാ റബ്ബി, എൻ്റെ രക്ഷിതാവേ, ഇന്ന ഖൗമിത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, എൻ്റെ ഈ സമൂഹം, എൻ്റെ ഈ കൗമ് ഖുർആനിനെ അഗണ്യ കോടിയിൽ തള്ളിയവരായിരുന്നു. ഖുർആനുമായിട്ട് അവർക്ക് പ്രത്യക്ഷത്തിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂല് ഈ സമുദായത്തിനെതിരിൽ അള്ളാഹുവിനോട് ആക്ഷേപം പറയുമെന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഖുർആനിലേക്കൊരു ഹിജ്റ നമുക്ക് നടത്തേണ്ടിയിരിക്കുന്നു. ഖുർആനെ പഠിക്കാൻ, ഖുർആൻ അനുസരിച്ച് ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ, അടിയന്തരമായ മാറ്റങ്ങൾ നടത്താൻ നമുക്ക് ഈ ഹിജ്റയെ സംബന്ധിച്ചുള്ള ആലോചനയിൽ നമുക്ക് അങ്ങനെ ഒന്ന് കഴിയണം. മറ്റൊന്ന്, വിശ്വാസ സംബന്ധമായിട്ടുള്ള നമ്മുടെ അപജയമാണ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ടാകണം. മക്കാ മുശ്രിക്കുകളായ ആളുകൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരായിരുന്നു അവർ.
പിന്നെ എന്താണ് പ്രവാചകനും പ്രവാചകന്റെ അനുചരരും അവരും തമ്മിലുള്ള വ്യത്യാസം? അത് കൃത്യമായി പഠിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് പ്രവാചകൻ പ്രബോധനം ചെയ്യുന്നത്. അവർ പറയുന്നത് അള്ളാഹുവിനെയും ആരാധിക്കണം, മറ്റു പലരെയും അവർ ആരാധിച്ചു കൊണ്ടിരുന്നതിനെയും ആരാധിക്കണം എന്നതാണ്. അവിടെയാണ് അടിസ്ഥാനപരമായ വ്യത്യാസം നമ്മളും മറ്റുള്ളവരും തമ്മിൽ നിലനിൽക്കുന്നത്. സഹോദരങ്ങളെ, പുതിയ കാലഘട്ടത്തിൽ അതിന് വല്ല മാറ്റമുണ്ടോ? മുശ്രിക്കുകൾ ചോദിച്ചതായി ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 38-ാമത്തെ അധ്യായം സൂറ സ്വാദിലെ 5-ാമത്തെ വചനം, അജഅലൽ ആലിഹത്ത ഇലാഹൻ വാഹിദ, അജഅലൽ ആലിഹത്ത, ഇലാഹുകളെ നീ ആക്കിയിരിക്കുന്നുവോ, ഇലാഹൻ വാഹിദ, ഒരൊറ്റ ആരാധനാക്കി നീ മാറ്റിക്കളഞ്ഞു. ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, അത് ആശ്ചര്യകരമായ അത്ഭുതകരമായ ഒരു കാര്യമാണ്. ആ ആളുകൾ പ്രവാചകനോട് ആക്രോശിച്ചതാണ്. എല്ലാത്തിനെയും ഒഴിവാക്കി ഒരു അള്ളാഹ് മാത്രവും. 313 ആരാധ്യന്മാരുണ്ടായിട്ട്, വിഗ്രഹങ്ങളുണ്ടായിട്ട്, തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാതെ വിഷമിച്ചിരുന്ന ആളുകളോടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ, അവർക്കൊരിക്കലും അത് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പുരാതനമായിട്ടുള്ള തഫ്സീറാണ് തഫ്സീർ തൊബരി. അതിലെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്: അജബൽ മുശ്രികൂൻ അൻ ദുഉ ഇലല്ലാഹി വഹദ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നുള്ള ആ ആഹ്വാനം അവരിൽ വലിയ അത്ഭുതമുണ്ടാക്കി. വഖാലു, അവർ ചോദിച്ചു, യസ്മഉ ലിഹാജത്തിനാ ജമീഅൻ ഇലാഹൻ വാഹിദ, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടി ഈ ഒരു ആരാധ്യൻ മതി എന്നാണോ നീ പറയുന്നത്? മാ സമിഅനാ ബിഹാദാ ഫിൽ മില്ലത്തിൽ ആഖിറ, ഇതിനു മുമ്പ് ഞങ്ങളോട് ഈ വക കാര്യം ഒരൊറ്റ ആളും പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരായി കേൾക്കാത്ത പുതിയൊരു കാര്യമാണ് നീ ഞങ്ങളോട് പറയുന്നത്. എന്നാലോചിച്ച് നോക്കൂ, ഇത് മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥയാണ്. ഇനി നമ്മളുടെ ആൾക്കാരിലേക്ക് വന്നാലോ? ഇപ്പോൾ അടുത്ത കാലത്തൊരു വലിയ പണ്ഡിതൻ മരിച്ചു. ആ പണ്ഡിതന്റെ വീട്ടിനകത്ത് മക്ബറ പണിയുന്നത് ലൈവായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾ. എന്നാലോചിച്ച് നോക്കൂ, മക്കയിലെ മുശ്രിക്കുകളിൽ നിന്ന് നമുക്ക് എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്? ഓരോന്നിനും ഓരോ ആളുകളെ നമ്മൾ സമീപിക്കുകയാണ്. പരീക്ഷയുടെ വിഷയമാണെങ്കിൽ ഇന്ന അടുത്ത ആള്, മക്കളുടെ കാര്യമാണെങ്കിൽ ഇന്ന ആള്, ജോലിയുടെ മറ്റും കാര്യമാണെങ്കിൽ ഇന്ന ആള്. ലോകം തന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് 100 കൊല്ലം മുമ്പ് ഈ കേരളത്തിൽ ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനാണെന്ന് പറയാൻ ഒരു ഉളുപ്പില്ലാത്തവരായി മുസ്ലിങ്ങൾ മാറുകയാണ്. ഇവർ ഹിജറ പോണ്ടേ? അവരും ഹിജറ പോണം. അന്ധവിശ്വാസത്തിൽ നിന്ന് അന്യൂനമായ വിശ്വാസത്തിലേക്ക് ഹിജറക്ക് അവർ ഒരുങ്ങണം. അതാണ് ഒത്തുതീർപ്പില്ലാത്ത ഇസ്ലാമികമായ സമീപനം എന്ന് പറയുന്നത്. എങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഒന്നും അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ പിഴച്ചുപോയാൽ, അല്ലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത് ഷഹാദത്ത് കലിമയിലെ അല്ലെങ്കിൽ ഇസ്ലാം കാര്യങ്ങളിലെ ഒന്നാമത്തേതാണ്. അതൊരു ചർച്ച വരുന്നുണ്ട്, ഇതെങ്ങനെയാണ് കർമ്മങ്ങളിൽ ഒന്നാമതായി വന്നത് എന്ന്. അപ്പോൾ അതിനുള്ള മറുപടി, ഈ സംഗതി റെഡിയായാലാണ് തുടർന്ന് പറയുന്ന നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹ് സ്വീകരിക്കുക എന്ന്. ലാ ഇലാഹ ഇല്ലല്ലയും വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണ് എന്നും സാക്ഷ്യം വഹിച്ചാലേ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുള്ളൂ. ഇത് ജീവിതത്തിൽ കാണണമെന്ന് പറയണത്. നിങ്ങളുടെ തൗഹീദ് നിങ്ങളുടെ ജീവിതത്തിൽ കാണണം. ചണ്ടപ്പുറത്ത് കോലുണർത്തൊക്കെ നിങ്ങൾ പോകാൻ പറ്റില്ല. അവിടെയൊക്കെ ബർക്കത്തെടുക്കാൻ പോകേണ്ടവരല്ല നിങ്ങൾ. അങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ കർമ്മങ്ങൾ നിങ്ങളിൽ നിന്ന് നിരാകരിക്കപ്പെടും. എത്ര ഗൗരവത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഗൗരവമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ഭാഗമാണ് പറഞ്ഞത്. മനുഷ്യർ വളരെ സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം. പിശുക്ക് മനുഷ്യനെ വരിഞ്ഞു മുറുക്കിയിരിക്കുന്നു. എനിക്ക് എൻ്റെ കാര്യം, അങ്ങനെ ഓരോരുത്തരും സ്വാർത്ഥതയുടെ ഒരു ലോകത്താണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളെ സഹായിക്കാനോ അവരോട് എന്തെങ്കിലും നിലക്കുള്ള ഒരു സഹകരണത്തിന് മനോഭാവം വളർത്താനോ കേൾക്കാനോ ഒന്ന് ചേർത്തു പിടിക്കാനോ
ഒന്നും കഴിയുന്നില്ല നമുക്ക്. അത് നമ്മുടെ സ്വഭാവത്തിലെ വലിയ പോരായ്മയാണ്. എന്നാൽ ഹിജ്റയിൽ 2 വിഭാഗം ആളുകളെ, മുസ്ലിങ്ങളെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഹിജ്റ പോയ ആളുകൾ, മുഹാജിറുകൾ. രണ്ടാമത്തെ വിഭാഗം ഈ നാട്ടിലേക്ക് വന്ന ഈ മുഹാജിറുകളെ, ഉടുതണിക്ക് മറുതുണിയില്ലാതെ വന്നിട്ടുള്ള ഈ ആളുകളെ എല്ലാം നൽകി സ്വീകരിച്ച ആളുകൾ, അൻസാറുകൾ. അവരാണ് ഒന്നാമന്മാരായ ആളുകൾ, സാബിഖീങ്ങൾ. എല്ലാവരേക്കാളും മുൻകടന്ന് സ്വർഗലോകത്തേക്ക് കടന്നു പോകുന്ന ആളുകൾ ഈ 2 വിഭാഗമാണ് എന്ന് ഖുർആൻ അസന്ധിഗ്ധമായിട്ട് പറയണം. അവരിലൂടെ ഒരു സ്വഭാവം നമുക്ക് പകർന്നു തരുന്നുണ്ട്. ഖുർആനിലെ 59-ാമത്തെ അധ്യായം സൂറ ഹശ്റിലെ 9-ാമത്തെ വചനം നിങ്ങൾ നോക്കൂ. വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം, തങ്ങളിലേക്ക് ഹിജ്റ വരുന്ന ആളുകളെ, യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം, തങ്ങളിലേക്ക് ഹിജ്റ വരുന്ന ആളുകൾക്ക് വേണ്ടി വിശ്വാസത്തെയും അതേപോലെ തന്നെ വീടുകളും സൗകര്യമൊരുക്കി വച്ച ആളുകൾ. വിശ്വാസത്തെ അവർ സൗകര്യപ്പെടുത്തി. വല്ലാത്തൊരു പ്രയോഗമാണത്. എങ്ങനെയാണ് വിശ്വാസത്തെ സൗകര്യപ്പെടുത്തുക? വീട് സൗകര്യം നമുക്കറിയാം. ഉള്ള വീടിൻ്റെ സൗകര്യങ്ങൾ കുറച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. അവരെ ഹിജ്റ വരുന്നതിന് മുമ്പായി തന്നെ മക്കയിലേക്ക് ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ വേണ്ടി പോകുന്ന സന്ദർഭത്തിലാണ് പ്രവാചകനിൽ നിന്ന് ഇസ്ലാമിക സന്ദേശം ഈ അൻസാറുകളിൽപ്പെട്ട ആളുകൾ അറിയുന്നത്. അക്കബ എന്ന സ്ഥലത്ത് വച്ച് അവരിലെ 70ഓളം ആണുങ്ങളും 2 സ്ത്രീകളുമടക്കമുള്ള സംഘം പ്രവാചകന്റെ കൈ പിടിച്ചുകൊണ്ട് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് നിങ്ങൾ വരികയാണ് എങ്കിൽ എല്ലാ നിലക്കും നിങ്ങളെയും നിങ്ങളുടെ അനുയായികളെയും ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്നതാണ്. വിശ്വാസിയല്ലാത്ത അബ്ബാസ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃവ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഏറ്റെടുക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശത്രുക്കളായ ഖുറൈശികളുടെ മൊത്തം ശത്രുതയാണ് നിങ്ങൾ വിലക്ക് വാങ്ങുന്നത്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങളുടെ ജീവൻ ബലി കൊടുത്തും ഞങ്ങൾ ഈ പ്രവാചകനെയും അദ്ദേഹം കൊണ്ടുവന്ന ആദർശത്തെയും ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. ഒരു വല്ലാത്ത പ്രഖ്യാപനമാണ് ആ പറയുന്നത്. അപ്പോൾ വിശ്വാസം കൊണ്ടും അതേപോലെ തന്നെ തങ്ങളുടെ ഭവനത്തെയും ഒരുക്കി വച്ച ആളുകൾ. എന്നിട്ട് അവരുടെ സ്വഭാവത്തെ പറയാം, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ, അവരുടെ മനസ്സിൽ യാതൊരു ആവശ്യവും കാണുകയില്ല. എന്തിന്? മിമ്മാ ഊത്തു വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹി ഖസാസ, തങ്ങൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രയോറിറ്റി കൊടുക്കാം, മുൻഗണന കൊടുക്കാം. തങ്ങൾക്ക് പല നിലക്കും ഭൗതികമായ പലതും ആവശ്യമുണ്ട്. പക്ഷെ ആ ആവശ്യങ്ങളെക്കാൾ തങ്ങളിലേക്ക് ഹിജ്റ വന്ന ആളുകൾക്ക് വേണ്ടി അവരുടെ ആവശ്യങ്ങളായി അതിനെ പരിഗണിക്കുക, മുൻഗണന അവർക്ക് നൽകുക. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഇവർ മാറി എന്നുള്ളതാണ്. വമൻ യൂക്ക ശുഹ നഫ്സിഹി, ആരാണോ തങ്ങളുടെ മനസ്സിനെ പിശുക്കിൽ നിന്ന് സംരക്ഷിക്കുന്നത്, മോചിപ്പിക്കുന്നത്, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, തീർച്ചയായും അത്തരം ആളുകളായിരിക്കും വിജയികളായ ആളുകൾ. നോക്കൂ നിങ്ങൾ, ഒരു സമൂഹത്തെ കൃത്യമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിക്കുകയാണ്. ആ ചിത്രം അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തുന്നു. ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ ആ സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അനസ് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഖാലൽ മുഹാജിറൂൻ, മുഹാജിറുകളായ ആളുകൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, മാ റഅയ്നാ മിസ്ല ഖൗമിൻ ഖദിംനാ അലൈഹിം അഹ്സന മുവാസാത്തിൻ ഫീ ഖലീലിൻ, ഞങ്ങൾ ഇങ്ങനെ ഒരു സമൂഹത്തെ ഇതിനു മുമ്പ് ഞങ്ങൾ കണ്ടിട്ടില്ല. ഒരുപാട് കച്ചവടമൊക്കെ നടത്തി പല സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരാളുകളെയും ഞങ്ങൾ കണ്ടിട്ടില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിലും വല അഹ്സന ബദലൻ ഫീ കസീരിൻ ലഖദ് കഫവന മഅന്ന, ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളും ഭാരങ്ങളുമൊക്കെ സ്വീകരിക്കാനും തയ്യാറായിട്ടുള്ള ഒരു സമൂഹത്തെ ഞങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. എല്ലാം അവർ ഷെയർ ചെയ്യുകയാണ്. അവരുടെ വീട് പങ്കുവെച്ചു കൊടുക്കുന്നു, അവരുടെ സ്വത്തുവകകൾ പങ്കുവെച്ചു കൊടുക്കുന്നു, കച്ചവടത്തിൽ അവർ ഷെയർ നൽകുന്നു. അങ്ങനെ ഈ വന്ന ആളുകൾക്ക് എന്താണോ ആവശ്യം, ആ ആവശ്യങ്ങളൊക്കെയും അവർ പരിഗണിച്ചു കൊടുക്കുന്നു. അവരുടെ ആവലാതിയതല്ല. വ അശ്റക്കൂന ഫിൽ മുഹന്നത്തിൻ ഹത്താ ലഖദ്
ഹഷീന അൻ യദ്ഹബു ബിൽ അജ്രി കുല്ലിഹി, ഞങ്ങൾ ഭയപ്പെടുന്നത് അവരുടെ അനുഗ്രഹങ്ങളൊക്കെയും ഞങ്ങൾക്ക് പങ്കുചേർക്കുമ്പോൾ പ്രതിഫലം കൊണ്ടെല്ലാം അവർ പോയി കളയുമോ എന്നതാണ് ഞങ്ങളുടെ ഭയം. കൂലിയൊക്കെ അവർ കൊണ്ടുപോയി കളയല്ലോ എന്നതാണ് മുഹാജിറുകളായ ആളുകളുടെ ഒരു ആശങ്കയായി പ്രവാചകനോട് അവർ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിപ്പോയി എന്ന് പറയാറുണ്ട് നമ്മൾ ചില പ്രയോഗങ്ങളിൽ, അല്ലേ? വിഭവങ്ങൾ കൊണ്ട് നമ്മൾ വല്ലാതെ കുടുങ്ങിപ്പോയി നമ്മൾ പറയാറുണ്ട്. അതിന് അതേപോലെയുള്ള ഒരു അക്ഷരാർത്ഥ വായനയാണിത്. അവരുടെ പച്ചയായ ജീവിതമാണ് കാണിക്കുന്നത്. ചെറുതും വലുതുമായ എല്ലാ സംഗതികളിലും ഞങ്ങളെ അവർ പങ്കാളികളാക്കിയിട്ടുണ്ട്. അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളൊക്കെയും ഞങ്ങൾക്കവർ പങ്കുവച്ച് തന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, പങ്കുവയ്ക്കുക എന്നത് വലിയ പ്രശ്നമാണ്. നമ്മൾ നേരിടേണ്ടുന്ന, നമ്മൾ അഭിമുഖീകരിക്കേണ്ട സ്വാർത്ഥതയുടെ ലോകത്ത് നമ്മൾ ഹിജ്റ പോകേണ്ടത് ഈ ഷെയറിങ്ങിലേക്കാണ്. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അവനവൻ്റെ സങ്കടമായി മനസ്സിലാക്കാൻ കഴിയണം. നോക്കൂ, നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേ നാളുകളായി സജീവമാണ്. ഒരു മുസ്ലിം നാമധാരി എന്ന നിലയിൽ നമുക്ക് അഭിമാനം തോന്നുകയാണ്. ഒരു പ്രയാസങ്ങൾ, എനിക്ക് കോടികൾ സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ഗവൺമെൻറ് കോളേജിൽ പഠിച്ച, മെഡിക്കൽ കോളേജിൽ പഠിച്ച ഒരാളെന്നുള്ള നിലയിൽ സാധുക്കളായ ആളുകളെ സേവിക്കലാണ് എൻ്റെ ദൗത്യമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ പരാധീനതകൾക്കിടയിൽ നിന്നുകൊണ്ട് പരിമിതികളോട് പടവെട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ പഞ്ചിങ് നായകന്മാരുടെ ഡയലോഗുകളൊക്കെ എത്രയോ വലുതാണ്. അതൊരു ഷെയറിംഗ് ആണ്. തൻ്റെ അറിവും കഴിവും താൻ ഉൾക്കൊള്ളുന്ന സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്വാധീനങ്ങളൊക്കെയും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവച്ചു കൊടുക്കലാണ്. ആ ഒരു പങ്കുവയ്ക്കലിന് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബാധ്യതയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് ആ ആശങ്കയുമായി വന്ന ആളുകളോട് പ്രവാചകൻ പറയാം, അല്ല അങ്ങനെയല്ല കേട്ടോ, മാ അസ്നയിത്തും അലൈഹിം, നിങ്ങൾ അവരെ സ്തുതിക്കുകയും വദഅഉതും അല്ലാഹു ലഹും, അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ ആ പ്രതിഫലത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടാകും. ഒരിക്കലും അവർക്ക് മാത്രമായി അള്ളാഹു ഇത് കൊടുക്കുകയില്ല, നിങ്ങളും അതിൽ പങ്കാളികളാകും. ഒരു വലിയ ആത്മബന്ധമാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ഒരു ബന്ധം മുഹാജിറുകളും അൻസാറുകളും പോലെ ഈ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും മനസ്സ് തുറന്നുകൊണ്ട് അങ്ങനെ ഒരു ബന്ധത്തിലാകാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് കുമ്പിടാൻ നോക്കുകയാണ്. ചവിട്ടിത്താഴ്ത്ത ഞാനെങ്കിൽ നമ്മൾ എങ്ങനെ മുഹാജിറും അൻസാറുമാകും? ആ ഒരു തലത്തിലേക്ക് നമുക്ക് എങ്ങനെ വളരാൻ കഴിയും? ഇതെല്ലാം ഈ പാഠം കൃത്യമായി നമുക്ക് അനാവരണം ചെയ്തു തരുന്നുണ്ട്. മറ്റുള്ളവൻ്റെ ദുഃഖം അവനവൻ്റെ ദുഃഖമായി ഉൾക്കൊള്ളണം. ഒരു പ്രയാസം, നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ വഴിതെറ്റിപ്പോയാൽ അതിലൊരു വേവലാതി. ഒരാളെ പിശാച് റാഞ്ചിയെടുത്താൽ അവനോട് കൊണ്ടുപോയിക്കോട്ടെ എന്നല്ല. കിണറിൽ വീണ ഒരാളുടെ നുറകന്തലയിലേക്ക് നമ്മൾ കല്ലല്ലോ എടുത്തിടല്, കയറിട്ടൊടുത്ത അയാളെ എങ്ങനെയെങ്കിലും നമ്മൾ വലിച്ചു കയറ്റുമല്ലോ. ആ ഒരു സമീപനം തെറ്റായി പോകുന്ന ആളുകളോട് പോലും വച്ചു പുലർത്തേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. അങ്ങനെയൊക്കെ ആകാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ ലോകം വളരെ സമ്പന്നമാണ്, സുഭിക്ഷമാണ്. എന്താ പ്രശ്നം എന്നറിയാവോ? ആ സമ്പത്തും സമ്പന്നതയും ഒക്കെ വളരെ ചുരുക്കം ചില ആളുകളുടെ കൈകളിലാണ്. സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ 85% വിഭവങ്ങൾ കേവലം 18% ആളുകളിൽ പരിമിതമാണ്. ബാക്കി 15% കൊണ്ട് 82% വരുന്ന ആളുകൾ, ലോകത്തുള്ളവർ എല്ലാവർക്കും ഉപയോഗിക്കാൻ കേവലം 12% വിഭവങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. അതാണ് ഈ ലോകത്തിൻ്റെ വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അതിനൊരു പരിഹാരം എന്നുള്ളത് അവനവൻ്റെ പക്കലുള്ളത്, എൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞ് എനിക്ക് വിഭവസമൃദ്ധമായി എൻ്റെ വയറ് നിറഞ്ഞിരിക്കുന്നു എന്നതിന് ശേഷം ദാനം ചെയ്യേണ്ടവരല്ല നമ്മൾ. നമ്മളുടെ ആവശ്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ, നമുക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിക്കുകയും പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ്. ചില നാടുകളിലൊക്കെ ചില സമ്പ്രദായങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സാധുവിനൊരു വീട് വെച്ച് കൊടുക്കണം.
ആ ഒരു വീട് മറ്റൊരാൾക്ക് വെച്ചു കൊടുക്കാൻ കഴിയില്ല. കഴിയുന്നവരുണ്ടായിക്കൊള്ളാം, പക്ഷേ അങ്ങനെ ആരും അങ്ങനെ മെനക്കെട്ട് കൊള്ളുന്നില്ല. നമ്മൾ ചെയ്യുന്നൊരു പണി എന്താണ്? പള്ളിയിൽ വരിക, ഒരു ലെറ്റർ കൊടുക്കുക. എന്നാൽ ലോകം മുഴുക്ക തെണ്ടാൻ ഈ സാധുവായ മനുഷ്യനെ നമ്മൾ പറഞ്ഞു വിടുകയാണ്. നമ്മളെല്ലാവരും കൂടി ഒരു നാട്ടിലൊരു 100 വീട്ടുകാരുണ്ട് എങ്കിൽ ആ 100 വീട്ടുകാരുടെ ഒരു ആവശ്യമാണ് നമ്മുടെ അബ്ദുറഹ്മാൻ ഒരു വീടുണ്ടാകണം എങ്കിൽ ആ വീടുണ്ടാവില്ലേ? എന്നാലോചിച്ച് നോക്കാം, എത്രയോ ഈസി ആയിട്ടുണ്ടാകും. അതേപോലെ നമ്മുടെ ആരാധനാലയത്തിൽ ഒരാവശ്യം നേരിട്ടു. ആ ആവശ്യം നമ്മുടെ എല്ലാവരുടെയും കൂടി ആവശ്യമാണ്. അത് ആരെങ്കിലുമൊക്കെ ചെയ്തു കൊള്ളട്ടെ. എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയൊക്കെ ചെയ്തോ എന്നൊരു അന്വേഷണവുമായി ചെല്ലേണ്ടവനല്ലല്ലോ നമ്മൾ. ഇതെല്ലാം മനസ്സിലാക്കി പരിഹരിക്കേണ്ടവരാണ് നമ്മൾ. ആ രീതിയിൽ പുതിയ കാലഘട്ടത്തിൽ നമ്മൾ നടത്തേണ്ടുന്ന ഹിജറയുടെ 3 ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ഒന്ന്, ഖുർആനിലേക്ക് ഹിജറ പോകാൻ നമുക്ക് പറ്റണം. ഖുർആൻ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഒരു ശ്രമമാണ് ഒന്നാമത്തെ ഹിജറ. രണ്ടാമത്തേത്, നമ്മുടെ വിശ്വാസത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള സർവമാലിന്യങ്ങളെയും അടിച്ചൊതുക്കി അതിൽ നിന്നെല്ലാം വെടിഞ്ഞ് ശുദ്ധമായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് ഹിജറ പോകേണ്ടിയിരിക്കുന്നു. മൂന്നാമത് ഞാൻ പറഞ്ഞത്, നമ്മുടെ സ്വഭാവത്തിൽ കടന്നുകൂടിയിട്ടുള്ള പിശുക്കിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തെ വിശാലമാക്കി മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ എൻ്റെ കൂടി പ്രശ്നമാണ് എന്ന് ഉൾക്കൊള്ളുന്നിടത്തേക്ക് മനസ്സിനെ വിശാലമാക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ സമകാലിക ലോകത്ത് നമ്മൾ നടത്തേണ്ടുന്ന ഹിജറയെ സംബന്ധിച്ച് കൃത്യമായി ആലോചിക്കുകയും ആ രീതിയിൽ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.